വിഷമിക്കണ്ട കേട്ടോ. അമ്മേ, കരയണ്ട മോളെ. അമ്മയും ഗിരിയൊക്കെ ഞാനായിട്ട് നാണം കെടുത്തുവല്ലേ? നാട്ടുകാരറിയുമ്പോ ഓരോന്ന് പറയും. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറയട്ടെ, അത് നോക്കിയിരുന്ന നമുക്ക് ജീവിക്കാൻ പറ്റില്ല. തൽക്കാലം മോൾ ഒന്നിനും കുറിച്ച് ആലോചിക്കണ്ട, സമാധാനമായിട്ട് കിടക്ക്. എങ്ങനെ സമാധാനം കിട്ടുമേ? ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോന്ന് സംഭവിക്കല്ലേ? മോൾ ആശുപത്രി വിട്ടിട്ട് ഞാൻ സിദ്ധാർത്ഥൻ സാറിനോട് സംസാരിക്കുന്നുണ്ട്. എന്താ അമ്മേ? അല്ല, ഇതിനൊരു അവസാനം ഉണ്ടാക്കണമല്ലോ. അത് സാറ് വിചാരിച്ചാലേ നടക്കൂ. കൊലപാതക ശ്രമം എന്നൊക്കെ പറഞ്ഞ അതൊരു ചെറിയ കാര്യമല്ല. കുത്തു കുറച്ച് മാറിയാണ് കൊണ്ടിരുന്നെങ്കിലോ? ഇത് തീക്കളിയാ. സാറ് വിചാരിച്ചാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. വേണ്ട, നമുക്കിതിവിടെ സംസാരിക്കണ്ട. അമ്മയ്ക്കപ്പോ ദേഷ്യ വിഷമൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഇല്ലാതിരിക്കൂ. മോളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. സിദ്ധാർത്ഥൻ സാറും പാവോ, നല്ല മനുഷ്യനാ. പക്ഷേ എന്നുവെച്ച് വീട്ടിൽ സമാധാനം വേണ്ടേ? സ്വന്തം വീട്ടിലെ സമാധാനമല്ലേ ഗൃഹനാഥൻ ആദ്യം നോക്കേണ്ടത്. നീ എന്റെ മരുമോളല്ല, മോള് തന്നെയാ. എന്റെ മോളുടെ ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ സമാധാനവും നോക്കേണ്ടത് എന്റെ കൂടി കടമയാ. സാറ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരും കുഴപ്പത്തിലാവും. അമ്മ, അച്ഛനല്ലേ തീരുമാനം ഉണ്ടാക്കേണ്ടത്? തനൂജയുടെ അച്ഛൻ ഇന്നാരാണെന്ന് സാറിന് വെളിപ്പെടുത്താലോ? അച്ഛനത് ചെയ്യില്ല. എങ്കിൽ മറ്റുള്ളവർ അനുഭവിക്കും. വീട്ടുകാരെ കരയിപ്പിച്ചിട്ട് ഒരാൾ നല്ല ആളായതുകൊണ്ട് കാര്യമുണ്ടോ? അമ്മ, അച്ഛനൊരു പാവ. അച്ഛനൊന്നും പറയല്ലേ? എനിക്കറിയാം, എനിക്കും സ്നേഹവും ബഹുമാനവും തന്നെയാ. പക്ഷേ നിന്നെ ഇങ്ങനൊരു അവസ്ഥയെ കാണുമ്പോ മനസ്സിൽ അടക്കി വെച്ചതൊക്കെ പുറത്തു വരിക. ആ പോട്ടെ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. മോളത് കാര്യമാക്കണ്ട. കരയാതെ മോളെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.